പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറ് നടുന്നൊരു കാലത്തങ്ങ് ഓടി നടന്നൊരു പെണ്ണേ. Google Veo 3 is the biggest one yet. It's their most advanced video model yet. It creates full-on video clips with natural movement. And she commands your awe with every breaking light. It even pulls off convincing camera movement. മക്കളെ, എനിക്ക് ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ആണേ. എന്റെ റോക്കറ്റ് ഒരു മിസ്സിംഗ് കാണിക്കുന്നു. നാട്ടിലേക്കുള്ള കോൺടാക്റ്റ് ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് കിടക്കുകയാണിന്ന്. ആ തറയിലെറിഞ്ഞ ലാപ്ടോപ്പ് ശരിയാക്കിയത് നാട്ടിലെ ഷമീറാണ്. 2 ദിവസം നേരെ വർക്ക് ചെയ്തില്ല. അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ ചുക്കാമണി അരിഞ്ഞ് ഞാൻ അച്ചാറിടും. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ എന്നോട് ഷമീർ ചോദിക്കുക, അമ്മാമ്മയുടെ ചായക്കട യൂട്യൂബിൽ ഇടാൻ റിവ്യൂ ചെയ്യാൻ വരട്ടെ എന്ന്. നമസ്കാരം, ആൽറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു AI റിലേറ്റഡ് വീഡിയോ ആണ്. ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെർഷനായ AI Veo 3 ലോഞ്ച് ചെയ്തത് 2025 മെയ് മാസത്തിലായിരുന്നു. അതിൻ്റെ റിലീസ്, അതിൻ്റെ ലോഞ്ചിങ് ഇന്ത്യയിലേക്ക് അതിൻ്റെ ആക്സസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ മാസം ജൂലൈ 3-നായിരുന്നു. സോ അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ നമ്മൾ ധാരാളം റീൽസായിട്ടും ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു AI വീഡിയോസുകൾ ഞാൻ 1-2 ഇവിടെ പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. What if you could live in your own fairy tale world? You would have little coffee table books made out of leaves and pressed flowers. Google answered all your what ifs with their latest innovation, Veo 3. മക്കളെ, കട അടക്കാൻ പോവുക. നാട്ടിലേക്കുള്ള റോക്കറ്റ് എണ്ണ കഴിഞ്ഞു നിൽക്കുക. ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത വീഡിയോസുകൾ എങ്ങനെയാണ് നമ്മളുടെ സ്മാർട്ട് ഫോൺ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ കൊണ്ടൊക്കെ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ യൂട്യൂബിൽ നമ്മൾ AI വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 കണക്കിന് വീഡിയോസ് ഉണ്ടെങ്കിലും ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ഇങ്ങനെയുള്ള വീഡിയോസുകളാണ്. മലയാളത്തിൽ വളരെ ചുരുക്കം വീഡിയോസുകളുള്ളത്. അത് നമുക്കാണെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ടുള്ള മീൻസ് ഒരു ബിഗിനേഴ്സിന് അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള വീഡിയോസുകളൊന്നും ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അത് ആനിമേഷൻ, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്, അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഡിസൈൻ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പിന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ വിയോൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന കുറേ വീഡിയോസുകളാണ്. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഹൊറർ മോഡിലൊക്കെ ആക്കിയിട്ട് ഒരു ഹോളിവുഡ് മൂവി എങ്ങനെ ചെയ്യുന്ന രീതിയിലാണ്. ഒരു ബിഗിനേഴ്സിന് അതെന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസ് പിന്നെ ഈ Veo 2, Veo 3 യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ, അതിലൂടെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്ത് പോയത് തികച്ചും ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിനുള്ളതാണ്. എന്താണ് Veo 2, എന്താണ് Veo 3, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് നമ്മളിത് ഫോണിൽ
ഇതിൻ്റെ സ്റ്റെപ്പുകൾ കൊടുക്കുക അങ്ങനെയുള്ളതൊക്കെ ഒരു പിന്നെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അത് ബിഗിനേഴ്സിനുള്ളതാണ്. അഡ്വാൻസ് ആയിട്ടുള്ള ചെയ്യുന്ന ആളുകൾ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമിഴിൽ കണ്ടു വന്നതാണെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്ത് പോയിക്കോളും. ഇത് തികച്ചും ബിഗിനേഴ്സിനുള്ളതാണ്. ഇതിന് VO2 എനിക്ക് തോന്നുന്നു 2020 ആ കോവിഡ് സമയത്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ സമയത്തൊക്കെ നമ്മളുടെ ചാനലിൽ അന്നത്തെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം നമ്മൾ അന്നത്തെ വീഡിയോസിലൊക്കെ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ ഫോട്ടോസ് നമുക്ക് നമ്മളുടെ തന്നെ ഫേസ് രൂപത്തിൽ ഒരു കാർട്ടൂൺ രൂപത്തിലാക്കുന്ന രീതി ആയിരുന്നു. ഇപ്പോൾ അതുപോലുള്ള ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ChatGPT, വാട്സപ്പ്, AI, മീറ്റ ഇതിലൊക്കെ നമുക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് കൊണ്ടുവന്നത് VO2 ആയിരുന്നു. അങ്ങനെ പിന്നെ ഓരോ 3 മാസം 4 മാസം കൂടുന്ന സമയത്ത് ഓരോ ഇമ്പ്രൂവ്മെൻറ്റും വന്നുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു 2023 പിന്നെ നമ്മളൊരു ഫോട്ടോസ് നമ്മൾ VO2ൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഫോട്ടോസ് ഒരു ചലിക്കുന്ന രൂപത്തിൽ ആക്കി തരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മിക്ക ഷോർട്ട് വീഡിയോയിൽ അതുപോലെ തന്നെ റീൽസിലൊക്കെ നിങ്ങൾ അവസാനം കാണുന്നുണ്ടാവും ഇതുപോലത്തെ വീഡിയോസുകൾ. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് 2024 ശേഷമാണ്. അന്നൊക്കെ പോർട്രേറ്റ് വീഡിയോ ആയിരുന്നു. 9:6 ആയിരുന്നു ഉണ്ടായിരുന്നത് റൈസോ ഉണ്ടായിരുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2024 ആകുന്ന സമയത്തൊക്കെ നമുക്ക് വീഡിയോസ് പിന്നെ 720 പിക്സലിലൊക്കെ നമുക്ക് VO2 നമ്മളെ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളുടെ ആശയങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലൊക്കെ അത് വീഡിയോസ് ആക്കുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ VO2 2024 കൂടിയിട്ടാണ് 16:9 ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിന് നമുക്ക് ഒരു ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ ഒരു ഫോട്ടോസിന് നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആശയം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റങ്ങളൊക്കെ വരുത്തുന്ന രീതിയിലാക്കി. എങ്കിലും അതിൽ ഇപ്പോഴും ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അതുപോലെ തന്നെ ഓഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത ഇതാണ്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ളത് VO3 വന്നത്. VO3യിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 4K വരെയുള്ള വീഡിയോസ് നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട്. നമ്മുടെ ഫോട്ടോസ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ആശയം ഏത് രീതിയിലാണോ അതും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു വീഡിയോസായിട്ട് ക്രിയേറ്റ് ആകും. മക്കളെ, എനിക്ക് ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ആണേ. എന്റെ റോക്കറ്റ് ഒരു മിസ്സിംഗ് കാണിക്കുന്നു. നാട്ടിലേക്കുള്ള കോൺടാക്റ്റ് ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് കിടക്കുകയാണിന്ന്. ആ തറയിലെറിഞ്ഞ ലാപ്ടോപ്പ് ശരിയാക്കിയത് നാട്ടിലെ ഷമീറാണ്. 2 ദിവസം നേരെ വർക്ക് ചെയ്തില്ല. അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ അവന്റെ ചുക്കാമണി അരിഞ്ഞ് ഞാൻ അച്ചാറിടും. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ എന്നോട് ഷമീർ ചോദിക്കുക, അമ്മാമ്മയുടെ ചായക്കട യൂട്യൂബിൽ ഇടാൻ റിവ്യൂ ചെയ്യാൻ വരട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു ബിഗിനേഴ്സിനുള്ളതാണ്. VO2 എന്താണ്, VO3 എന്താണെന്നുള്ള അറിയാത്ത ആളുകളാവും മിക്ക ആളുകളും ഈ വീഡിയോ കണ്ടാകുക. അപ്പോൾ നമുക്ക് ആദ്യം VO2ലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ ഒരു കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടെങ്കിലും അവരൊക്കെ VO3യിലാവും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് നമ്മളൊരു VO2ൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VO2ൽ ചെയ്യാൻ നമുക്ക് പിന്നെ ഫോണിൽ നമുക്ക് ഗൂഗിൾ സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് VO3യിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ VO2 കഴിഞ്ഞതിന് ശേഷം VO3 എങ്ങനെയാണ് അതൊക്കെ ചെയ്യുക A to Z നമുക്ക് ഈ ഒരു പിന്നെ വീഡിയോസിൽ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ഫോൺ കൊണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കൊണ്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് VO2 VO3 വെച്ചിട്ട് നമ്മുടെ ഫോൺ കൊണ്ട് ഒരു ഫോട്ടോസിന് നമുക്ക് AI മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഫോണ് അത്രയ്ക്ക് സ്പെക്ക് വേണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനും വലിയ സ്പെക്ക് വില കൂടിയ ഫോൺ വേണം, അതുപോലെ തന്നെ കൂടുതൽ റാം വേണം, ഹൈ സ്പെക്ക് കൂടിയിട്ടുള്ള പ്രോസസ്സർ വേണം, അങ്ങനെയൊന്നുമില്ല. ഇത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 8 താഴേക്കുള്ള ഫോണാകാഞ്ഞാൽ മതി. 8 മേലേക്കുള്ള ഫോണായി കഴിഞ്ഞാൽ ഏത് ഫോണിലും സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫോണൊക്കെ ഇപ്പോഴത്തെ നിലവിൽ 5G സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ജിയോ സിം ഒക്കെ വർക്ക് ചെയ്യുന്ന ഫോണുകളിലൊക്കെ എന്തായാലും ഈ ഒരു ഫീച്ചർ 90% ആളുകളെടുത്തും ആൻഡ്രോയിഡ് മേലേക്ക് 8 മേലേക്കുള്ള ഫോണുകളാകും. അപ്പോൾ നമ്മുടെ ഫോണിൽ പിന്നെ ഇതിന് പറഞ്ഞിട്ടുള്ളത് സ്പെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2GB റാം മതി ഫോണിൽ. ഇപ്പോഴത്തെ ഫോണിൽ എന്ന് പറഞ്ഞാൽ 2GB റാം പറഞ്ഞാൽ മിനിമം ഒരുവിധം ഫോണിലൊക്കെ എന്തായാലും 4GB റാമിൻ്റെ മേലേക്കുള്ള ഫോണുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ നമ്മൾ VO2ൻ്റെ VO3ൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുക. ആ ഒരു വെബ്സൈറ്റിലേക്ക് ഇടുക. നമ്മുടെ ഫോണിലും അല്ലാതെ എഡിറ്റ് ചെയ്യണത്. ഇത് നമുക്കൊരു പിന്നെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായം ആവശ്യമില്ല. നമുക്കിത് ഓൺലൈനിലാണ് ഇത് നമ്മൾ ഫോട്ടോ നമ്മളോട് പറഞ്ഞിട്ട് AIനോട് നമ്മൾ പറയണം നിങ്ങൾ ഈ ഫോട്ടോ
പിന്നെ ഇത് ഒരു ഹെലികോപ്റ്റർ പറത്തിപ്പോൾ ഒരു വ്യക്തിയുടെ ഫോട്ടോ കൊടുത്തു നമ്മൾ എടുത്ത് ആ ഫോട്ടോ നമ്മൾ ഈ VO2ൻ്റെ VO3യുടെ പിന്നെ വെബ്സൈറ്റിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യണത്. പിന്നെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കുക. കഴിഞ്ഞാൽ പ്രോംപ്റ്റ് എന്ന് പറയും നമ്മൾ ഭാവനയിലുള്ള കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഇവർ പറയുന്നത് ഒരു പ്രോംപ്റ്റ് എന്നാണ്. ഈ പ്രോംപ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ്സ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഗൂഗിളിൽ കുറേ തപ്പി, അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രോംപ്റ്റ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് തവണ ഈ പ്രോംപ്റ്റ് എന്ന് പറയട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറയുന്നത്. അപ്പോൾ ഈ നമ്മളൊരു ഫോട്ടോ നമ്മൾ ആ വെബ്സൈറ്റിലേക്കാണ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കോളത്തിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വോയിസിലൂടെ നമുക്ക് പറയാം. നമ്മൾ സ്മാർട്ട് ഫോൺ അത് പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനോ നമുക്ക് അറിയാത്തൊരു ഭാഗമാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ നമ്മളൊരു ഫോട്ടോ വെബ്സൈറ്റിൽ ഇട്ടിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ഫോട്ടോയിലുള്ള ആൾ ഒരു ഹെലികോപ്റ്റർ പറത്തി പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിലുള്ള ആൾ ഒരു സ്പൈഡർമാൻ രൂപത്തിൽ ഒരു തെങ്ങുമ്മ കയറുന്നു, അങ്ങനെ ആണ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റാണ് അവർ പറഞ്ഞത്. 2 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 15-30 സെക്കൻഡിൻ്റെ അകത്ത് നമുക്ക് നല്ല നെറ്റുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് 5G 4G ഒക്കെ നല്ല രീതിയിലാണെങ്കിൽ പെട്ടെന്ന് അത് ഒരു 30 സെക്കൻഡോ 1 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ പ്രോംപ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കൊടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ നമുക്ക് ഇപ്പോൾ ആ ഫോട്ടോ നമ്മൾ കൊടുത്തിട്ട് ആ ഫോട്ടോയിലുള്ള ആൾ ഒരു ആന ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ ആ ആൾ ഇപ്പം നമ്മളെ ഫോട്ടോ ആയാലും മതി, നമ്മളെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെയൊക്കെ ഓരോ വീഡിയോസും എങ്ങനെയാണ് പ്രോംപ്റ്റ് തയ്യാറാക്കുക എങ്ങനെയൊക്കെ ഫുള്ള് കാണിക്കും. ഒരു 10 ദിവസത്തിൻ്റെ ബാക്കിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പിന്നെ കേരളത്തിലുള്ള ന്യൂസ് റീലർമാരൊക്കെ റോട്ടിലൂടെ വ്ളോഗ് ചെയ്ത് പോകുക, ബൈക്ക് വന്നിട്ട് റോട്ടിൽ മുങ്ങുന്ന രീതിയിൽ അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കുറേ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ AI ടൂൾ ചെയ്യുന്നതാണ്. 1-2 വൈറൽ വീഡിയോസ് കാണിക്കുക. അപ്പോൾ ഈ വീടിൻ്റെ പുറത്തു കൂടെ രാത്രി CCTVയിൽ കടുവ വരുന്നതും പുലി വരുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസുകൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഇത് വിശ്വസിച്ച രീതിയിലാണ് കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും 100% AI വീഡിയോകളാണെന്നുള്ളത് ആളുകൾക്ക് അറിയണില്ല. അതൊക്കെ AI ടൂൾ ചെയ്തട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2024 ലാസ്റ്റോട് കൂടിയിട്ട് AI ടൂൾ തന്നെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഫ്ലാറ്റായ പെണ്ണെ, ഫ്ലാറ്റ് ഉണ്ട്, വായോ. വെയിലുണ്ടെങ്കിൽ സമ്മർ, മഞ്ഞുണ്ടെങ്കിൽ വിന്റർ. തരുമോ എനിക്ക് നിന്റെ നമ്പർ? പോടാ പട്ടി. മണവാളൻ എപ്പോഴാ വരുന്നത്? എണീറ്റ് പോടാ നാറി. ഇത് ഹൗസ് വാമിംഗ് ആണ്, വിളിക്കാതെ ഓരോന്ന് വന്നോളും. ഹലോ, is someone there? Help me. മുത്തശ്ശിക്ക് എന്ത് അഡ്വൈസ് ആണ് യുവതലമുറക്ക് കൊടുക്കാനുള്ളത്? റീൽസ് കണ്ടിരിക്കാതെ നേരത്തിന് ഉറങ്ങാൻ നോക്കണം. പണം വരും പോകും, കഷ്ടപ്പാട് വരും പോകും, പക്ഷേ വയറ് വന്നാ പോവില്ല, മുടി പോയാ വരില്ല. മക്കളെ, ഇന്ന് മുത്തശ്ശി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വന്നതാണ്. ഇവിടെ കുറേ വണ്ടിയുണ്ട്. ഈ പുറകിൽ കിടക്കുന്ന JCB ഓടിക്കാൻ തരുമോ എന്തോ? ടൈമായി. ദേ എന്നെ വിളിക്കുന്നു. മോനെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഞാൻ തോൽക്കും. ഗായ്സ്, ഓടി ഞാൻ കേരളത്തിലെത്തി. ഇവിടെ നല്ല മഴയാണ്. കൊട എടുക്കാൻ മറന്നുകൊണ്ട് മുഴുവൻ നനഞ്ഞു. ഞാൻ മൂഞ്ചി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് ആദ്യം കണ്ട റിസൾട്ടിൽ വന്ന വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ നല്ല നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എനിക്ക് ഏറെക്കുറെ മനസ്സിലാവുന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഇതിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോസിനെ എങ്ങനെ ഒരു വീഡിയോസ് ആക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ആശയത്തിലുള്ളത് എങ്ങനെ ഒരു വീഡിയോസ് ആക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അത് VO2ലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് VO3ക്ക് കിടക്കാം. ഇത് നമുക്കൊരു ബിഗിനേഴ്സിന് എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലും ഫോണിലും ഒരേ സമയം തന്നെ കാണിക്കാം. പിന്നെ നമുക്ക് സമയം ഒരേ രീതിയിലാവുമല്ലോ. ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫോണ് എന്തൊക്കെ ചെയ്യുന്നുള്ളത് അതിൽ കാണുകയും ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ഗൂഗിൾ പിന്നെ സെർച്ച് ചെയ്തിട്ടുള്ളത് ക്രോമാണല്ലോ. അപ്പോൾ ചില ആളുടെ ഇത് മോസില ഉണ്ടാവും, അല്ലെങ്കിൽ ഒപ്പേര ഉണ്ടാവും, അത് ഏതിലും നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് ഒന്നുകൂടി സേഫ് ഗൂഗിൾ ക്രോമാണ്. അപ്പോൾ ഞാനിവിടെ ക്രോമാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിനകത്ത് ഗൂഗിൾ സ്റ്റുഡിയോ AI എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഗൂഗിൾ സ്റ്റുഡിയോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മളിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫോട്ടോ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആശയം കൊടുത്തിട്ട് എങ്ങനെ അതൊരു വീഡിയോസ് ആക്കുക, ഒരു ഫോട്ടോസിനെ എങ്ങനെ വീഡിയോസ് ആക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് കമ്പ്യൂട്ടറിലും കാണിക്കാം. അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കൊരു പിന്നെ ഐഡിയ കിട്ടും. കമ്പ്യൂട്ടറിലും ഫോണിലൊക്കെ കുറേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ അകത്തും കമ്പ്യൂട്ടറിൻ്റെ അകത്തും ഒരേ ഇൻ്റർഫേസ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫോണിൽ നമുക്ക് പോർട്രേറ്റ് മോഡിൽ കാണിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഹൈഡായിട്ടാവും കിടക്കുക. അപ്പോൾ നമുക്ക് അവിടെ 3 ലൈൻ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ അത് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് എങ്ങനെ ആക്കാമെന്നുള്ളത് കാണിക്കാം. ഡാർക്ക് മോഡ് ആയില്ലാന്നുണ്ടെങ്കിൽ അത് ബ്രൈറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിലും ഫോണിലൊക്കെ ഒരേ പിന്നെ ഇൻ്റർഫേസ് തന്നെയാണ് വരിക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ കണ്ട അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമിലാണെങ്കിൽ ഏറ്റവും മുകളിൽ ഒരു 3 ഡോട്ട് കാണാം. ആ ഡോട്ട് ഏറ്റവും താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കണ്ട രീതിയിൽ തന്നെ നമുക്ക് ഫോണിൽ കാണാം. ഞാൻ എന്തായാലും അത് മാറ്റിയിട്ട് ഞാൻ നോർമൽ മോഡിലേക്ക് തന്നെ ആക്കുകയാണ്. ഞാനത് കമ്പ്യൂട്ടറിലുള്ള ഓപ്ഷനും കാര്യങ്ങളും ഫോണിൽ കാണുന്നില്ല എന്നുള്ളത് തോന്നുന്നതുകൊണ്ടാണ് നമുക്ക് ഫോണിൽ അത് പോർട്രേറ്റ് രീതിയിൽ എടുക്കുന്നതും ഏറ്റവും നല്ലത്. ഇതിന് നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒരു രീതിയിലാവും വരിക എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു 3 ലൈന് കാണാം. ഈ 3 ലൈനിൽ പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ജനറേറ്റ് മീഡിയ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു 2-3-4 ഓപ്ഷൻ വരും. നമുക്ക് ഈ AI സ്റ്റുഡിയോയിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒന്നൊന്നായിട്ട് പറയുമ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂടും. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഫോട്ടോസിനെ എങ്ങനെ വീഡിയോസ് ആക്കുക, അതുപോലെ തന്നെ നമ്മൾ ആശയം എങ്ങനെ ഒരു വീഡിയോസായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം വരിക. ഇതിലിപ്പം നമുക്ക് 1, 2, 3, 4, 5 ഓപ്ഷൻ വന്നിട്ടുണ്ട്. 2, 4, 5 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ 5 ഓപ്ഷനും നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓരോ ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ വരും വീഡിയോസിലൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തരാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് 1, 2, 3 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള VO എന്നുള്ളത് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് അതിൽ ക്രിയേറ്റ് ചെയ്യുക, ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ വീഡിയോസ് അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഫോട്ടോസിനെ നമുക്ക് സൂം ഇന്ന് സൂം ഔട്ടായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പിന്നെ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോസ് നമ്മളൊരു ഫോട്ടോസ് നമ്മൾ ക്യാമറ കൊണ്ട് എടുത്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പൂച്ചയുടെ ഫോട്ടോ ആണ്, ആ പൂച്ച നടന്നു പോകുന്നതായിട്ട് നമുക്ക് ആ ഫോട്ടോസിനെ ആക്കാം. അതേപോലെ തന്നെ ഇത് ഒരു പാചകം ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ ഫോട്ടോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പാചകം ചെയ്യുന്ന രീതിയിൽ ആക്കി തരും. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് താഴെ ഡിസ്ക്രൈബ് യുവർ വീഡിയോ എന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗാലറിയുടെ ഐക്കണും കാണുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് യുവർ വീഡിയോ എന്നുള്ളത് നമ്മളുടെ ആശയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വയലിലൂടെ ഒരു മുത്തശ്ശി നടന്നു പോകുന്നു എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് ഈ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വയലിലൂടെ ഒരു മുത്തശ്ശി നടന്നു വരുന്നതായിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് നമുക്ക് വെറും 8 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു വീഡിയോസാണ് തരിക കേട്ടോ. AI 2-ൽ. AI 3-ലാകുമ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ മുത്തശ്ശിക്ക് നടന്നു വരുമ്പോൾ മുത്തശ്ശി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അത് ഞാൻ VO 3-ൽ വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്കത് ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ VO 2 കഴിഞ്ഞിട്ട് ഇതിലൂടെ നിങ്ങൾ 2-3 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം VO 3 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് യുവർ വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വരും. അപ്പോൾ നമ്മുടെ കീബോർഡ് ഇവിടെ ഷോ ആയിട്ട് വരും. ഈ കീബോർഡിൽ ഞാനിവിടെ 2 പിന്നെ ലാംഗ്വേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷും മലയാളം. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന രീതി ഉണ്ടാവും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു രീതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നല്ലോ. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈക്കിൻ്റെ ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നതും അവിടെ ടൈപ്പ് ചെയ്ത് വരും. ആ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ആ രീതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കീബോർഡ് മലയാളം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്രോംപ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അത് ഈ VO3 വരുമ്പോഴാണ് അത് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ നമുക്കവിടെ പ്രോംപ്റ്റ് എന്നുള്ളൊരു ലെറ്റർ കാണാം. ഇത് നമുക്ക് VO2 അത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ എഴുതാൻ പോണ ടൈപ്പ് ചെയ്യാൻ പോണ വാക്കിനെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ എഴുത്തിനെയാണ് പ്രോംപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിസിലൂടെ കമൻറ്റ് ചെയ്യാണ്. കേരളത്തിലെ ഒരു വയലിലൂടെ ഒരു മുത്തശ്ശി നടന്നു പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ. അത്രയും മതി. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് ഒന്നും കൂടി നോട്ട് ചെയ്യാം. എന്തെങ്കിലും ലെറ്ററോ അല്ലെങ്കിൽ വേർഡ് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. കേരളത്തിലെ ഒരു വയലിലൂടെ ഒരു മുത്തശ്ശി നടന്നു പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ കേരളത്തിൽ നിന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മുത്തശ്ശി നടന്നു പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് AI ആണ് ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് UK അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ ഉള്ളൊരു മുത്തശ്ശിയാവും നടന്നു പോകുന്ന ഒരു വീഡിയോ തരിക. ഈ കേരളത്തിൽ എന്നുള്ള പറയുമ്പോൾ ആ കേരളത്തിൽ നിന്നുള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പച്ചപ്പും മൊത്തത്തിലുള്ള ഒരു വയലും അതൊക്കെ ആയിട്ട് നമുക്കൊരു സീനറി കാര്യമായിട്ട് ഒരു മുത്തശ്ശി നടന്നു പോകുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഫാൾട്ടുകൾ വരും. അപ്പോഴേക്കാരം അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴേക്കാരം നമുക്കത് മാറിപ്പോയി എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിപ്പോൾ ഏതാണെങ്കിൽ അത് കറക്റ്റായിട്ട് AIക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ AIക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് കേരളത്തിലെ ഒരു മുത്തശ്ശിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സെൻഡ് ബട്ടൺ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് സെൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞ ആശയം ഒരു വീഡിയോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിങ് ചില സമയങ്ങളിലൊക്കെ നെറ്റിൻ്റെ ഏതെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അത് ഫൈൽഡ് ആകും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി റീട്രൈ ചെയ്യുക. പിന്നെയും ചിലപ്പോൾ അപ്പോൾ തന്നെ കട്ടാകും, അപ്പോൾ ഒന്നും കൂടി റീട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാ സമയത്തും നമുക്കത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴാവും. ഇപ്പോഴും നമുക്കത് 24 സെക്കൻഡായിട്ടുണ്ട്, 26 സെക്കൻഡായിട്ട് ഇപ്പോഴും നമുക്ക് റീട്രൈ വന്നിട്ടില്ല. ചില സമയങ്ങളിൽ നമുക്കത് പ്രോസസ്സിങ് കഴിയാൻ നേരത്താവും ചിലപ്പോൾ റീട്രൈ വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ നെറ്റ് അല്ലെങ്കിൽ സർവർ തിരക്കൊക്കെ ആണെങ്കിൽ അതുപോലെ റീട്രൈ വരും. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നമ്മൾ തൊട്ട റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാനുണ്ടാവും. ആ ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഇത് പ്ലേ ചെയ്യാം കേട്ടോ. പോർട്രേറ്റ് ആയിട്ടല്ല, നമുക്കിതൊരു വൈഡ് ആംഗിൾ നമ്മളൊരു ഫുൾ സ്ക്രീൻ ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് സ്റ്റാർട്ടായിരുന്നു. ഇപ്പോൾ ഡൗൺലോഡ് എന്തായി, ഡൗൺലോഡ് ഡീറ്റെയിൽ ഇതാ. അപ്പോൾ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊരു വയലിലൂടെ ഒരു മുത്തശ്ശി നടന്നു വരുന്നതായിട്ട് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ അത് തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വയലിൽ തന്നെ കുറച്ച് ജോലിക്കാർ ജോലിയിൽ ഏർപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് കാക്കകളല്ല പാടത്താവുമ്പോൾ അതിൻ്റെ ഒരു കുക്കുകൾ വന്നിട്ട് പാടി പോകുന്നതും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈപ്പ് ചെയ്തിരുന്നല്ലോ. കേരളത്തിൻ്റെ വയലിലൂടെ ഒരു മുത്തശ്ശി നടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തല്ല. അതിലൂടെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇനി വേണ്ട എന്തൊക്കെ ഒബ്ജക്റ്റാണ് വേണ്ടതെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു വീഡിയോ ആക്കി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് തരും. ഇപ്പോൾ നമുക്ക് VO2 നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ ആ ഒരു മുത്തശ്ശി മലയാളത്തിൽ സംസാരിച്ച് നടന്നു വരുന്ന രീതിയിലൊക്കെ ആക്കാനുള്ള ഒരു ഓപ്ഷൻ VO2 ഇല്ല, VO3 അപ്പോൾ നമുക്ക് VO3 നമുക്ക് ഒന്നും കൂടി ക്വാളിറ്റിയിൽ ഇതിൽ നമുക്കൊരു പരിധി വരെയുള്ള ഒരു ക്വാളിറ്റി ഉള്ളൂ നമുക്ക് ഇതിൽ കിട്ടുക. അതുപോലെ തന്നെ ഇതിൽ 8 സെക്കൻഡ് വരെയുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചറിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞല്ലോ നമ്മളൊരു ഗാലറി ഐക്കണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത് മൊത്തം സെലക്ട് കൊടുത്ത് ക്ലിയർ അടിച്ചു. ആ മുത്തച്ഛിയുടെ ഫോട്ടോ അവിടെ ഉണ്ട്, നമ്മൾ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മളെ ഡിസ്ക്രൈബ് യുവർ വീഡിയോസ് എന്നുള്ളതിൻ്റെ ഒരു ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോസ് ഇപ്പോൾ നമ്മൾ ആ മുത്തശ്ശി നടന്നു പോയത് നമ്മൾ ഇപ്പോൾ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബൈക്ക് വന്നിട്ട്. നമസ്കാരം. കുഴിമന്തിയിൽ ചെസ്റ്റ് പീസ് കിട്ടിയില്ലെന്നും ചൊല്ലി ഹോട്ടലിന് തീയിട്ട രാജീവിനെ പഞ്ഞിക്കിട്ട് പോലീസ്.
അതുപോലെ തന്നെ ആങ്കർ പിന്നെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ന്യൂസ് റീഡർ റൂട്ടിലൂടെ മഴ കൊണ്ടിട്ട് കുട പിടിച്ചിട്ട് വെള്ളത്തിൽ വീഴുന്ന രീതിയിൽ, അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചറാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞതാണോ പറഞ്ഞിട്ടില്ലേ എന്ന് എനിക്കറിയാം. ഞാനൊരു വട്ടം പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ വീഡിയോ ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് ലാഗ് അടിക്കും, കാരണം ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതി എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷന് അതിൻ്റെ തൊട്ട് നേരെ ഒരു ഗാലറി ഐക്കൺ കാണിക്കുന്നുണ്ട്. ആ ഗാലറി ഐക്കൺ പിന്നെ ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരു 4 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മൈ ഡ്രൈവ്, അത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ്, നമ്മുടെ ഫോൺ ഗാലറിയിൽ വരുന്ന ഏതെങ്കിലും ഫോട്ടോസാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കുന്നുണ്ട്, ഈ ക്യാമറ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞല്ലോ ഒരു വൈറൽ വീഡിയോസുകൾ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ വീടിൻ്റെ ഉമ്മറത്ത് കൂടെ കടുവ വരുന്നതും പുലി വരുന്നതായിട്ടുള്ള വീഡിയോസ്, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവും നല്ലത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ആക്കി അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൗസറാണ് കൊടുക്കുന്നത് കേട്ടോ. ബ്രൗസർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ക്യാമറേൻ്റെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് ഉണ്ടാവുക. എല്ലാ ഫോണിലും എല്ലാത്തിലും കമ്പ്യൂട്ടറിലൊക്കെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനിവിടെ ഓപ്പൺ ആക്കി, ഇവിടെ ഞാനൊരു ഫോട്ടോ ഇവിടെ താഴത്ത് ലോഡായി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ എന്താണെന്നുള്ളത് ഞാൻ ഗാലറിയിൽ പോയിട്ട് കാണിക്കാം. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോസാണ് ഞാനിപ്പോൾ ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീടിനോട് പിന്നെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ ഉമ്മർത്തിരുന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറേൻ്റെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോസാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് വരുന്നത്. ഈ വഴിയിലൂടെ ഒരു ആന നടന്നു വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു കടുവ വരുന്നതായിട്ടോ എന്ത് വരുന്നതായിട്ടോ വേണ്ടതെന്നുള്ളത് നമ്മൾ ആ ഒരു മുത്തശ്ശിക്ക് കൊടുത്തിട്ടുള്ള രീതിയിൽ ഈ ഒരു ഫോട്ടോസ് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് AI നമുക്കത് ചിത്രീകരിച്ച് തരും. ഇതുപോലുള്ള വീഡിയോസാണ് നമുക്ക് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുലി വന്നു അത് വന്നു എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പകലിലാട്ടോ. ഇത് നമുക്ക് ഒന്നും കൂടി ഡാർക്കായിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഡാർക്കാണ്. അത് വേണമെന്നില്ല, AIനോട് നമുക്ക് പറയാം എന്ത് നമുക്ക് പിന്നെ ഇതൊരു വൈകുന്നേര സമയം. ഇനി വേണമെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് മീൻസ് നമ്മുടെ കടുവ പുലി നടന്നു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് നടന്നു വരുന്ന സമയത്ത് മഴ പെയ്യുന്നതായിട്ടുള്ളത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആളുടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു കടുവ വരുമ്പോൾ മഴ പെയ്യുന്നതായിട്ട് കാണിക്കണം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മിന്നൽ കാണിക്കണം. നമുക്ക് VO2 സൗണ്ട് ഇല്ല, നമുക്കിതിൽ ഓഡിയോ ജനറേറ്റ് ചെയ്യില്ല. നമുക്ക് VO3 നമുക്ക് ഓഡിയോ ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇതുപോലൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് സെപ്പറേറ്റ് ഒരു പിന്നെ ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എഡിറ്റിങ്ങോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആഡ് ചെയ്യലാണ് മിക്ക ആളുകളും കണ്ടുവരാറ്. VO2 നമുക്ക് ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി നടന്നു വരുമ്പോൾ സംസാരിച്ചിട്ട് മലയാളം സംസാരിച്ചിട്ട് വരിക, അതൊക്കെ VO3. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പോകാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഈ വഴിയിലൂടെ നമുക്കൊരു ഇപ്പോൾ പാലക്കാട് മൊത്തത്തിൽ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കരിമ്പുലി ഇറങ്ങിയതായിട്ടുള്ള ഒരു വൈറൽ വീഡിയോസുകളാണല്ലോ അപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൂടെ നമുക്കൊരു പിന്നെ കരിമ്പുലി നടന്നു പോകുന്നതായിട്ടുള്ള ഒരു പിന്നെ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് ബാക്ക് പോവുകയാണ്. ബാക്ക് പോയിട്ട് ആ മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ട്. മുത്തശ്ശിനെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്താട്ടോ, അത് പിന്നെ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോകുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്ന ഇടവഴിയിലൂടെ ഒരു കരിമ്പുലി സാവധാനം നടന്നു പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ തയ്യാറാക്കുക. അപ്പോൾ മതി. ഇനി നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഇടവഴിയിലൂടെ ഒരു കരിമ്പുലി സാവധാനം നടന്നു പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ആക്കുക. അപ്പോൾ ഓക്കെയാണ്, നമ്മളുടെ പ്രോംപ്റ്റ് ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് വരിക നോക്കാം. ഞാൻ ജസ്റ്റ് ഇത് സെൻഡ് ബട്ടൺ കൊടുത്തു. അപ്പോൾ നമ്മളുടെ പിന്നെ വീഡിയോസ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലും ഫോണിലും ഒരേപോലെ തന്നെ ഇതുപോലെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കമ്പ്യൂട്ടർ ഇവിടെ ഓൺ ആക്കിയിട്ടത്. എന്തായാലും നമുക്ക് VO3 വീഡിയോസൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണിക്കാം, എങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരേ ഓപ്ഷനും ഒരേ മെത്തേഡും ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ സമയം കളയേണ്ടല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ ഏറെക്കുറെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫൈനൽ
പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് AI ഡിറ്റക്റ്റ് ആകുക ഇംഗ്ലീഷാണ്. മലയാളം ഡിറ്റക്റ്റ് ആണെങ്കിലും നമ്മളിതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലാങ് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് അവർക്കത് കൺഫ്യൂഷൻ ആകും. അതുപോലെ തന്നെ നമ്മൾ എല്ലാം പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണമല്ലോ. നമ്മളൊരു വ്യക്തിയുടെ ഫോട്ടോ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക ഈ രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി അഡ്രസ്സോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI നമുക്കത് നഗ്നമായിട്ടുള്ളൊരു ഫോട്ടോസൊന്നും നമുക്ക് ജനറേറ്റ് ആക്കി തരില്ല. കാരണം അത് ഗൂഗിൾ തന്നെ അനലൈസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ തരിക. അപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ലീഗലി പ്രോബ്ലം ഉള്ള രീതിയിൽ ഇപ്പോൾ മെഡിസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രഗ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് കോപ്പി റൈറ്റിംഗ്, അതുപോലെ തന്നെ വേറൊരാളെ കണ്ടന്റ് എടുക്കുക, അങ്ങനെയുള്ള കോപ്പി റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് തോന്നിയ രീതിയിൽ നമുക്ക് ഒരാളെ ഹരാസ് ചെയ്യണതും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊക്കെ വീഡിയോസോ കണ്ടന്റോ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അത് കിട്ടുമല്ലോ. നമ്മൾ റീട്രൈ എന്ന് കൊടുത്ത് ഇങ്ങനെ കൊടുക്കുക എന്നല്ലാതെ അത് ജനറേറ്റ് ആയിട്ട് വരില്ല കേട്ടോ. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് തോന്നിയ പോലത്തെ വീഡിയോസൊന്നും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ Veo 2ൽ 2 ഓപ്ഷൻ നമ്മൾ കണ്ടു. ഒന്ന് നമ്മുടെ ആശയം എങ്ങനെയാണ് ഒരു വീഡിയോ ആക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഫോട്ടോസിൽ നമ്മൾ വേറൊരു ഒബ്ജക്റ്റിനെ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാക്കി. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോണത് നമ്മളുടെ ഗ്രൂപ്പ് ഫോട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഏത് ഫോട്ടോ ആയിക്കോട്ടെ, ആ ഒരു ഫോട്ടോസിനെ എങ്ങനെയാണ് ആ ഒരു ഫോട്ടോസിലുള്ള അംഗങ്ങൾ ഡാൻസ് ചെയ്യുന്ന രീതിയിലാക്കുക, അതുപോലെ തന്നെ ആ ഒരു വ്യക്തികൾ സംസാരിക്കുന്ന രീതിയിലാക്കുക. ഇപ്പോൾ AI 3ൽ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കൊരു 6 ആളുടെ ഫോട്ടോ നമ്മൾ എടുത്തു. ആ 6 ആളും 6 രീതിയിലും സംസാരിക്കുന്ന രീതിയിൽ നമുക്കതാക്കിയെടുക്കാം. അതും ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം. പരസ്പരം മലയാളത്തിൽ അവർക്ക് നമുക്ക് ഓരോ ഒബ്ജക്റ്റിനും ഓരോ ആൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന രീതിയാവും പല രീതിയിലും. ഫോണ് ചാർജ് കഴിയാറായി. നമ്മുടെ സ്ക്രീൻ റെക്കോർഡും കൂടെ ആവശ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചാർജ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാനുള്ളത് Veo 2ൽ ഒരു ഫോട്ടോസിനെ എങ്ങനെ, ഒരു ഗ്രൂപ്പ് ഫോട്ടോസിനെ എങ്ങനെയാണ് അത് ചലിപ്പിക്കുന്ന രീതിയിലേക്ക് അതൊരു വീഡിയോ ആക്കി എടുക്കുക. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ ഡാൻസ് കളിക്കുക എങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ആന വരുന്നതായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാം. ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഒരു മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെയും ചെയ്തത് നമ്മൾ ഫോണിലാണ്, അടുത്തത് നമുക്കത് കമ്പ്യൂട്ടറിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫോണ് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ടത് കാരണം ചാർജ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് Veo 3യുടെ വീഡിയോ ഫുള്ളാക്കാൻ കഴിയുള്ളതെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോൾ നമുക്ക് ഒരു പാർട്ടും കൂടി ചെയ്യേണ്ടതായിട്ട് വരും Veo 3നെ കുറിച്ചിട്ട്. അതും നമുക്ക് എങ്ങനെയാണ് ഫോണിൽ ആക്സസ് ചെയ്യുക, ഫോണിൽ എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഞാനൊരു ഗ്രൂപ്പ് ഫോട്ടോയിലേക്കുള്ള പ്രോംപ്റ്റ് ഞാൻ വാട്സപ്പ് വഴി ഞാൻ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്തതിന് ശേഷം അതാണ് യൂസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോയിലുള്ള ആളുകൾ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നിലൂടെ ഒരു ആന വിരണ്ടോടുന്നു. അത് കണ്ട് ഇവർ ഭയന്ന് ചിതറി ഓടുന്നു. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ്
ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിലൊന്ന് പിന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് ഈ ഫോട്ടോയിലുള്ള ആളുകൾ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നിലൂടെ ഒരു ആന വിരണ്ട് ഓടുന്നു. അത് കണ്ട് അവർ ഭയന്ന് ചിതറി ഓടുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് സെൻഡ് ചെയ്യുകയാണ്. അത് നമുക്ക് ആ ഒരു ഫോട്ടോയിന് കൊടുത്തിട്ട് ആ ഫോട്ടോ ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോളോ മീ. ഏതായാലും ഫോണ് ചാർജിലിട്ടേക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കത് കമ്പ്യൂട്ടറിൽ കാണാം. ഇതും ഫോണിലും ഒരേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഫോണിലും ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് പ്രോസസ്സിങ്ങിലാണ്. പെട്ടെന്ന് നമുക്ക് ഫോണിനേക്കായി ഒന്നും കൂടി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ജനറേറ്റ് ആവട്ടോ കമ്പ്യൂട്ടറിലാണെങ്കിൽ. ഇപ്പോൾ നമുക്കത് പിന്നെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡെസ്ക്ടോപ്പിനകത്ത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ പിന്നെ എത്രത്തോളം ക്ലിയർ ആയിക്കണോ നോക്കാം ഫോട്ടോസ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അത്രക്ക് അങ്ങ് പിന്നെ റിയാലിറ്റി ഇല്ലെങ്കിലും അവർ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ബാക്കിലൂടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഫ്രണ്ടിലൂടെ ആക്കി കഴിഞ്ഞാൽ ആവും അവർ ഫ്രണ്ടിലോട്ട് ഓടുക. ഇത് നമ്മൾ അവരുടെ ബാക്കിലൂടെ ആയത് കാരണം അവർ ഈ ഭാഗത്തേക്ക് ഓടി. അത് കാരണം ഒരു ഒറിജിനാലിറ്റി തോന്നിക്കണില്ല. അപ്പോൾ നമ്മളത് പിന്നെ മാറ്റിയിട്ട് നമ്മളത് ആ പ്രോംപ്റ്റ് നമ്മൾ അവരുടെ മുന്നിലൂടെ ഒരു ആന ഓടുന്നു എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആവും. അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി അതൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ VO 2 ഞാൻ കുറച്ച് വീഡിയോസുകൾ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സാമ്പിൾ വീഡിയോസുകൾ കാണിക്കുക. അതുപോലെ തന്നെ VO 3 ഞാനൊരു വീഡിയോ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ സാമ്പിൾ കാണിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പാർട്ടും കൂടി ചെയ്യേണ്ടി വരും. VO 3 നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ VO 3 നമുക്ക് ഏത് രീതിയിലാണ് ഏതാണ് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. നമുക്ക് ഗൂഗിൾ സ്റ്റുഡിയോ AIയിലാണ് ഇപ്പോൾ നമ്മൾ VO 2 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെ നമുക്ക് VO 3 ആക്സസ് അല്ല. അതുപോലെ തന്നെ നമുക്ക് VO 3 നമുക്ക് ഇടാൻ പറഞ്ഞില്ല. ജൂലൈ പിന്നെ 3-ാം തീയതി ഈ ഒരു മാസമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ആദ്യം ഫസ്റ്റ് വന്ന സമയത്ത് അതിൻ്റെ VPN കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതും എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ VO 3യുടെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും പിന്നെ അടുത്തൊരു പാർട്ടിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ.